വാടാ, നീ എന്റെ അടുത്തേക്ക് വാടാ. ഏയ് അടുത്തേക്ക് വിക്രം, വാ എന്റെ വിക്രം, അടുത്തേക്ക് get up. വാ, എന്റെ അടുത്തേക്ക് വാ. വാ എന്റെ അടുത്തേക്ക് വാ. വാടാ, വാ. എന്താ നിനക്കൊരു മാറ്റം? സ്വപ്നത്തിൽ എന്താ അവൻ വരുന്നേ? അടിച്ച് നല്ല പൂസായിരിക്കാ. എംപ്റ്റി സ്റ്റൊമക്കിൽ കിടന്ന് ഉറങ്ങണ്ട. കഴിക്കാൻ നോക്ക്. ആ ആ എത്ര എണ്ണത്തിനെ കണ്ടിരിക്കുന്നു, ഒരുത്തി പോലും ഇതുപോലെ വാരി തന്നിട്ടില്ല. എന്താ പറ്റിയേ? എന്തിനാ കരയുന്നേ? ഞാൻ കരയുന്നോ? എന്തോ ഒരു വല്ലാത്ത ഫീലിംഗ്. നല്ല ഫീലിംഗാ. മതി മതി, ഫീൽ ചെയ്തതൊക്കെ മതി. കിടക്ക്, കിടക്ക്. കണ്ണടച്ച് നന്നായിട്ട് ഉറങ്ങിക്കോ. ഓക്കെ, ഗുഡ് നൈറ്റ്. നല്ല മൂടാക്കി വിട്ടു അല്ലേ? നീ എന്തിനാടാ കരയുന്നേ? കാര്യം നടക്കാത്തതുകൊണ്ടോ അതോ ചോറ് വാരി തന്നോണ്ടാണോ കരയുന്നേ? കാര്യം നടക്കാത്തതിന് നീ കരയേ കേട്ടോ. മാറ്റാൻ നോക്കുക, മാറ്റാൻ നോക്കുക. നീയായി തന്നെ ഇരിക്കണം. ഓക്കേ, ടെഡി. നാളെ തന്നെ തീർത്തേക്കാം. ഈ പൂച്ചയെ അറിയാമോ? മുത്തെടുത്ത പെട്ടിയെ, വച്ചിരുന്ന റൊട്ടിയും കട്ടു തിന്ന എലിയെ, ഒന്ന് തിന്ന പൂച്ചയെ, അത് കഴിഞ്ഞ് എന്താ പാട്ടിന്? കുരയ്ക്കുന്ന പട്ടിയെ. എന്റെ മുഖത്തെ ഞാൻ കണ്ണാടിയിൽ കണ്ടിട്ടുണ്ട് ഡേസി, പക്ഷെ ഞാനിങ്ങനെ നേരിട്ട് കണ്ടിട്ടേയില്ല. നന്നായിട്ടുണ്ടല്ലേ? റിലാക്സ് റിലാക്സ്. നീ തന്നെയല്ലേ പറഞ്ഞത് ഇപ്പൊ നമ്മൾ എങ്ങനെ ഇരിക്കണം? സന്തോഷമായിട്ടിരിക്കണോ? ഇപ്പൊ ദേഷ്യപ്പെട്ടിട്ട് എന്താ പ്രയോജനം? ഇങ്ങനെ വാശി പിടിച്ച അവസാനം എന്തായി? അകത്ത് കിടക്കേണ്ട ഞാനിപ്പോ പുറത്തായി, പുറത്ത് കിടക്കേണ്ട നീ ഇപ്പൊ അകത്തുമായി. പാർട്ട്ണർ, പുറത്തെനിക്ക് എന്ത് മര്യാദയാണെന്നറിയോ? എടാ ആദിത്യ, നീ വീണ്ടും വീണ്ടും തെറ്റിയതുകൊണ്ടിരിക്കുക. ഓവറായിട്ട് ഇമോഷൻ ആവില്ലടാ. എൻ്റെ ഫേസിനത് സെറ്റ് ആവില്ലടാ. മറന്നുപോയി, ഞാൻ നിന്നെ ഒരു വീഡിയോ കാണിക്കണ്ടടാ. ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ വിക്രം. ഇതാണ് എൻ്റെ വെളിപ്പെടുത്തൽ. എൻ്റെ അച്ഛൻ, അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് തന്നെ പണം കൊള്ളയടിച്ചു. അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഒരു തെറ്റും ചെയ്യാത്ത പാവം ആദിത്യനെ ഞാൻ പ്രതിയാക്കി. മോഷ്ടിച്ച പണമെല്ലാം ആദിത്യയുടെ കാറിൽ വെച്ച് ഫേക്ക് എവിഡൻസ് ക്രിയേറ്റ് ചെയ്തു. അത് വെച്ച് ആദിത്യനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ അച്ഛനെ ഞാൻ റിലീസ് ചെയ്തു. പോലീസുകാരനായി ഇരുന്നുകൊണ്ട് ഞാൻ ചെയ്യാത്ത തെറ്റെല്ലാം ചെയ്തു കൂട്ടി. ആദിത്യൻ നല്ലവനാണ്. വീഡിയോ എങ്ങനെയുണ്ട്? ഈ വീഡിയോ നീയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. നീ എന്നാ നീയല്ലടാ, ഞാൻ. വീഡിയോ റിലീസായാൽ ഞാൻ ഉള്ളിൽ പോവും. ഞാനെന്നാ ഞാനല്ലടാ, നീ. അതിനുശേഷം എന്താവും? ബെസ്റ്റ് പോലീസിന് അവാർഡ് കൊടുത്ത് നിന്റെ ഡിപ്പാർട്ട്മെന്റ് നിന്റെ വേഴ്സ്റ്റ് പോലീസ് പറഞ്ഞ് നിന്നെ കാറി തുപ്പും. അച്ഛനെ രക്ഷിക്കാൻ ഒരു നിരപരാധിയെ ബലി കൊടുത്ത AC. അങ്ങനെ ഈ ലോകത്തിന്റെ മുമ്പിൽ തന്നെ നീ നാണം കെടൂടാ. നിന്റെ അച്ഛനെ പിടിച്ച് ജയിലിൽ ഇടൂടാ. അതിനുശേഷം ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് വരും, നീ നിന്റെ ശരീരത്തിലേക്കും കിടക്കും. എല്ലാം നഷ്ടപ്പെട്ട മനോവേദനയിൽ നീ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലെത്തൂടാ. എന്നാൽ ഞാൻ രാജാവിനെ പോലെ ജീവിക്കാൻ പോവാ. ഹലോ, അസിസ്റ്റന്റ് കമ്മീഷണർ വിക്രം സ്പീക്കിംഗ്. ഏയ് മഹാബേബി, പെട്ടെന്ന് വരാമോ? അത് ഞാനല്ല, വിക്രമല്ല. ഞാനൊരു അക്യൂസിനെ ഇപ്പൊ വിളിക്കാം. സിൻസിയർ പോലീസ് ഓഫീസറായിട്ട് ഡ്യൂട്ടി മാത്രം നോക്കാമെന്ന് വിചാരിച്ചപ്പോ ഇങ്ങനെ ഒരു ബ്യൂട്ടിയെ കൊണ്ട് തന്നിരിക്കുന്നു. ചേട്ടാ നിന്റെ പുറകെ നടക്കാടാ. ഇതുവരെ ഒന്നും നടന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ജോലി നോക്കാന്ന് വിചാരിച്ചപ്പോ നീ നിന്റെ ജോലിയും കൂടെ എനിക്ക് തന്നിക്കണം. ശരി വിട്, ഞാൻ ചെയ്തോ. ഈ തുടിപ്പൊക്കെ അവിടെ കാണിക്കടാ. പ്രശ്നം നീയും ഞാനും തമ്മിലാ. അവളെ ഒന്നും ചെയ്യരുത്. നിനക്കെന്റെ ഫ്രണ്ടായിട്ട് അഭിനയിക്കാം, പക്ഷെ ഞാൻ അവളുടെ ലവറായിട്ട് അഭിനയിക്കാൻ പാടില്ലേ? എന്റെ ഇഷ്ടത്തിന് ഞാൻ രാജാവിനെ പോലെ ജീവിച്ചോണ്ടിരുന്ന നീ എന്തിനാണ് ആവശ്യമില്ലാതെ ഇടയ്ക്ക് വന്നത്?
നീ ആരാ എന്താന്നറിയാതെ നിന്നെ പിടിച്ചവനാ ഞാൻ. ഇപ്പൊ എല്ലാം അറിഞ്ഞില്ലേ? നിന്റെ മരണം എന്റെ കൈ കൊണ്ടാടാ. അയ്യോ, മരണത്തെക്കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാടാ. അവിടെ ജീവിക്കാൻ വേണ്ടി എൻ്റെ മഹ വെയിറ്റിംഗ് ആണ്. എന്നാ പോട്ടെടാ. ഞാൻ ആദിത്യനല്ല, വിക്രമ. എന്റെ ഫ്രണ്ടിനെ നീ എന്നെ കൊണ്ട് കൊന്നു കളിച്ചില്ലേ? നിന്നെ കൊല്ലാതെ വിടില്ലടാ ഞാന്. എല്ലാരും നോക്കുന്നു. നീ പ്രസാദിനെ കൊല്ലേണ്ട കാര്യം എന്താ? അവനാ നിന്റെ ദേഹത്ത് കൂടുമാറി കൊന്നത്. നീ ജോലിക്ക് ചേർന്ന ആദ്യ ദിവസം ലൈസൻസ് ഇല്ലാതെ ഒരുത്തം കുടുങ്ങി. കൈക്കൂലി തന്നപ്പോ ദേഷ്യം വന്ന് നീ അവനെ അടിച്ചു. അവൻ നിന്റെ വോക്കി ടോക്കി കൊണ്ടോടി. നീ സസ്പെൻഡ് ആകുന്നായപ്പോ ഞാൻ അവനെ തേടി കണ്ടുപിടിച്ച് വോക്കി ടോക്കി തിരിച്ചേൽപ്പിച്ചു. ഈ കാര്യമൊക്കെ എനിക്ക് എങ്ങനെ അറിയാമോ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് എന്നെ വിശ്വാസമായില്ലെങ്കിൽ കുത്തടാ, കുത്ത്, കുത്തിക്കൊല്ല്. എല്ലാരെയും മണ്ടനാക്കിയില്ലേ? പ്രസാദിന്റെ അമ്മ എന്റെ അമ്മ മാതിരിയാടാ. ഇനി അമ്മേന്റെ മുഖത്ത് ഞാൻ എങ്ങനെയാടാ നോക്കണേ? അവനെ കൊല്ലാതെ എനിക്ക് തൃപ്തിയാവില്ലടാ. അവന്റെ അടുത്ത പ്ലാൻ എന്താത്ത പോലും അറിയില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അവനെ തടയാൻ പറ്റില്ല. എല്ലാരെയും രക്ഷിക്കണമെങ്കിൽ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തു കിടക്കണം. ഹലോ. ഏയ് മഹാ, ഞാൻ വിക്രോ. ഞാൻ പറയുന്നൊന്ന് ക്ഷമയോടെ കേക്ക്. നിന്റെ കൂടെയുള്ളത് ഞാനല്ല, ആദിത്യനാ. നീ ഇവിടെ സേഫ് അല്ല. അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങ, എന്നിട്ട് നിന്റെ വീട്ടിലേക്ക് പോ. ഏയ്, ആരാ നീ? സ്റ്റുപ്പിഡ്. മഹാ, വിക്രം. ഞാൻ വിക്രം. ഹലോ. ഞാൻ പറയുന്ന കേക്ക്. നിന്റെ കൂടെയുള്ള ആദിത്യനാ. ഞാൻ പറയുന്നത് വിശ്വസിക്കേ. നീ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങ. ഏത് കിറുക്കനാണെന്ന് ആർക്കറിയാം? മഹാ, ഞാൻ. ഹലോ മഹാ, വിശ്വസിക്ക്. മഹാ, ഞാൻ. ഹലോ. സർ, ദയവ് ചെയ്ത് ഫോൺ കട്ട് ചെയ്യരുത് സർ. ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കണം. ആരത്? ഞാൻ വിക്രം സംസാരിക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് ഡിപ്പാർട്ട്മെന്റിലുള്ളത് ഞാനല്ല സർ, ആദിത്യനാ. ഹലോ സർ. സർ, ആ പറഞ്ഞോളൂ. നമുക്ക് മനസ്സിൽ പോലും കാണാൻ കഴിയാത്തൊരു ശക്തി അവനിലുണ്ട് സർ. അതുപയോഗിച്ച സർ എല്ലാവരുടെ ശരീരത്തിലും കയറി അവൻ കൊള്ളയടിക്കുന്നേ. അതുപോലെ എന്റെ ദേഹത്തേക്ക് അവൻ കൂടുവിട്ട്
കൂടുമാറി എന്നെ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. സാർ സാർ വിശ്വസിക്കണം സാർ. നമുക്ക് മാത്രം അറിയാവുന്ന സീക്രട്സ് ഒരുപാടുണ്ട് സാർ. സാർ സാറിന്റെ മോളെ കാണാതായപ്പോൾ നമ്മൾ തേടി കണ്ടുപിടിച്ചില്ലേ? അതുപോലെ ടെററിസ്റ്റിൽ ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒരു പ്രാവശ്യം ഫോൺ ടാപ്പ് ചെയ്തില്ലേ? സാർ ഓപ്പറേഷൻ ബ്ലൂ മൂൺ, ഓപ്പറേഷൻ ലോട്ടസ്, ഓപ്പറേഷൻ ബുദ്ധ, അങ്ങനെ നമുക്ക് മാത്രം അറിയാവുന്ന സീക്രട്സ് ഒരുപാടുണ്ട് സാർ. സിദ്ധന്മാരിൽ പ്രധാനപ്പെട്ടയാളാണ് ബോഗൻ. ആ മഹാൻ എഴുതിവെച്ച അഷ്ടസിദ്ധികളിൽ ഒരു അത്ഭുതകരമായ ശക്തി ആദിത്യന് ലഭിച്ചിരിക്കണം. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാറ്റിയിട്ട് 5-6 ജോത്സ്യന്മാരെ വിളിച്ചിട്ട് കവടി നേരത്തെ നമുക്കവരെ കണ്ടുപിടിച്ചാലോ സാറേ? സാർ സാർ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സാർ? സാർ പ്ലീസ് ബിലീവ് മീ, എന്നെ വിശ്വസിക്കൂ സാർ. ഇതിനു മുമ്പ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മിസ്റ്റർ ചെറിയാൻ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞിരുന്നു. അത് പോട്ടെ, ഇപ്പോ നീ എവിടെയുള്ളത്? സാർ ഞാൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്ത്? പോലീസ് അന്വേഷിച്ചോണ്ടിരിക്കുക. ബട്ട് നമുക്ക് ഉടനെ കാണണം സാർ. നീ ഒരു കാര്യം ചെയ്യ്, നേരെ നീ സറണ്ടർ ആവുന്ന പോലെ കമ്മീഷൻ ഓഫീസിലേക്ക് വന്നേക്ക്. ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ സാർ, ഓൺ ദ വേ സാർ.